സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2018 ഓക്കെ 2018 നമ്മുടെ RRB ALP എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇയർ കൊടുത്തിട്ടുണ്ട് 4/9/2018 ഇത് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്ത എക്സാമാണ്. അപ്പോൾ ആ ഒരു എക്സാം നമുക്ക് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ബാംഗ്ലൂരായിരുന്നു. ഓക്കെ, അപ്ലൈ ചെയ്തിരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സോണിലായിരുന്നെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ആ ഒരു 2018 ഈ ഒരു സീസണിലൊക്കെ നമ്മുടെ ഫ്ലഡ് ഉണ്ടായിരുന്ന സമയമുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഫ്ലഡ് ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത ഒരു വർഷമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം കൊണ്ട് തന്നെ നമ്മുടെ എക്സാമൊക്കെ ആ സമയത്ത് പോസ്റ്റ്പോൺ ചെയ്യുകയും അതുപോലെ പിന്നീട് നമുക്ക് ലൊക്കേഷൻ കിട്ടില്ല, എക്സാം സെൻറ്റർ കിട്ടിയുള്ളത് പിന്നെ ബാംഗ്ലൂരായിരുന്നു. ആദ്യം എക്സാം സെൻറ്റർ തൃശ്ശൂരായിരുന്നു, പിന്നെ അത് നമുക്ക് ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ 2018 RRB ALPയുടെ CBT 1 ചോദിച്ചിട്ടുള്ള നമ്മുടെ QA അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ റീസണിങ്ങിലും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ RRB ALP അതുപോലെ തന്നെ RRB JE മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ അതുപോലെ RRB ALPയുടെ സൈക്കോ ടെസ്റ്റിൻ്റെയൊക്കെ കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിൻ്റെ പേര് സാപ്പിയൻസ് അക്കാദമി എന്നാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ RRBയുടെ എക്സാമിനൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഷിഫ്റ്റുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എക്സാമിൻ്റെ ഇതുപോലെ നമുക്ക് നമ്മൾ ചെയ്ത ആൻസർ കീ നമുക്ക് നമ്മുടെ ലോഗിൻ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ആ ഒരു ഓപ്ഷൻ നമുക്ക് ശരിക്കും കേരള PC എക്സാമിലൊന്നുമില്ല. അതായത് നമുക്കറിയാം RRB എന്ന് പറഞ്ഞാൽ RRBയുടെ എക്സാമൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത ആൻസർ കീ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ്റെ ID കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടോ ആൻസർ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പം സ്റ്റാറ്റസ് ആൻസർ ആണെങ്കിൽ നമ്മളതിൻ്റെ അർത്ഥം നമ്മൾ ആൻസർ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്ത ആൻസറാണ് ഇവിടെ ഓപ്ഷൻ 2 എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ സാധാരണ ABCD ഒക്കെ പറയുന്ന പോലെ തന്നെ 1, 2, 3 അപ്പം അന്ന് നമ്മൾ ആരാണോ എക്സാം എഴുതിയുള്ളത് അയാൾ ഓപ്റ്റ് ചെയ്തുള്ള ആൻസർ 2 ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഗ്രീൻ മാർക്ക് കാണിച്ചത് എന്തായിരിക്കും, ഇതിൻ്റെ റൈറ്റ് ആൻസർ 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡറി ലാംഗ്വേജ് എന്ത് ചെയ്യാം, നമുക്ക് മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് എന്തായാലും ഉണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മലയാളമോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഷ എന്ത് ചെയ്യാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇംഗ്ലീഷ് തന്നെ വായിച്ചു നോക്കി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുക. കാരണം നമ്മൾ മിക്കവാറും ഈ ഒരു ഇംഗ്ലീഷിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു തർജ്ജമയായിരിക്കില്ല നമ്മുടെ മലയാളത്തിലുണ്ടായിരിക്കാം. എല്ലാ ക്വസ്റ്റ്യനിലും അല്ല, ചില ക്വസ്റ്റ്യനിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും അത് ബാധിക്കില്ല. നമുക്കൊരു വലിയ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ എന്നൊക്കെ പറയുന്ന വലിയ ടോപ്പിക്കിൽ അതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് തന്നെ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ എന്തെങ്കിലും ആൻസർ കീയിലുള്ള എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യനായിരിക്കും RRB ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന സമയത്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് തന്നെ വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ടോപ്പിക്കാണല്ലേ. അതായത് നമുക്കറിയാം, ഇത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമ്മൾ എക്സാം ടൈമിൽ ഇതൊക്കെ തെറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലാക്കണം. ഇതുപോലത്തെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ എക്സാം ടൈമിൽ തെറ്റ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ടെൻഷനിലൊക്കെ നമുക്ക് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ വിട്ടുപോയിട്ട് നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷനിലെ V ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂളുണ്ട് അല്ലേ. V ബോർഡ് മാസ് എന്ന് പറയുന്ന റൂളുണ്ട്. അതായത് V ഫോർ വിനക്കുലം ബാറാണ്, ഇത് ബോർഡർ, ഇത് ഓഫാണ്, ഇത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലത്തെ ഇക്വേഷനൊക്കെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ശരിക്കും ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡിഷനും സബ്സ്ട്രാക്ഷനും മാത്രമേ നമ്മൾ വരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ആദ്യം ഇതിൽ തന്നിരിക്കുന്ന ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ അഡിഷൻ ചെയ്യണം, പിന്നെയാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലേക്കാണ്, ഈ ഒരു ഓർഡറിലേക്കാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് 6 ഡിവൈഡഡ് ബൈ 36 പ്ലസ് 5 ഇൻറ്റു 3 മൈനസ് 5 ഈക്വൽ ടു അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ ഇതിൽ ഡിവിഷൻ ഉള്ളത് 6/36 ആണ്. നമുക്കറിയാം 6/36 നമുക്ക് 1/6 കിട്ടും അല്ലേ, അതായത് 1/6 കിട്ടും. പിന്നെ വരും ഇവിടെ പ്ലസ്, പിന്നെ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ചെയ്യേണ്ടത് 5 ഇൻറ്റു 3 ചെയ്യുക, 15 കിട്ടും. പിന്നെ ഇവിടെ -5. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്കറിയാം, ഇതിൽ അഡിഷനും ഉണ്ട് സബ്സ്ട്രാക്ഷനും ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് അഡിഷനാണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെയാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഈ പറയുന്ന അഡിഷൻ ചെയ്യാം, അതായത് 1/6 പ്ലസ് 15 ചെയ്യാം. അതായത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ പറഞ്ഞാൽ ഇവിടെ താഴെ 1 ഉണ്ടായിരിക്കും, അത് 1 ഇൻറ്റു 1 ചെയ്താൽ 1 കിട്ടും. പിന്നെ ഈ പ്ലസ് കൊടുക്കുക, 15 ഇൻറ്റു 6 ചെയ്യുക 90. ഓക്കെ, അപ്പോൾ 1 + 90 നമുക്ക് 91 കിട്ടും. ഡിവൈഡ് ബൈ 1 6 മൾട്ടിപ്ലൈ ചെയ്യുക 6 കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, ഈ മൈനസ് ലാസ്റ്റ് വരുന്ന സബ്സ്ട്രാക്ഷനാണ്, പിന്നെ -5 കൊടുക്കുക. ഓക്കെ, -5 കൊടുക്കുമ്പോൾ വരിക നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത് 91/6 - 5 ആണ്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം. (91/6 - 5). അതിൻ്റെ അർത്ഥം ഇവിടെയും 1 ഉണ്ടായിരിക്കും അല്ലേ. എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 1 ഇൻറ്റു 91 ചെയ്യാൻ നമുക്ക് 91 കിട്ടും. മൈനസ് ഈ മൈനസ് കൊടുക്കുക, -5 ഇൻറ്റു 6 ചെയ്യാൻ നമുക്ക് 30 കിട്ടും. ഡിവൈഡ് ബൈ 1 ഇൻറ്റു 6 ചെയ്യുക 6. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 91 - 30 നമുക്ക് 61 കിട്ടും. 61/6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇവിടെ കാണിച്ചുള്ള ഓപ്ഷൻ 2 നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ വി ബോർഡ് മാസിനുള്ള ഓർഡർ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ 61/6 നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആൻസർ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്കിതിൽ ഓപ്ഷനിൽ പറയുന്ന ആൻസർ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇപ്പോൾ 6/36 ഉണ്ട്, പ്ലസ് 5 ഇൻറ്റു 3 ഉണ്ട്, -5. ഇപ്പോൾ നമുക്ക് ആ വി ബോർഡ് മാസ് റൂൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് എന്തായിരിക്കും, അതെന്താ ചെയ്യുക, ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് നമ്മൾ ചെയ്തു പോകും അല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ 6/36 ആകുമ്പോൾ നമുക്ക് 1/6 കിട്ടും. പിന്നെ പ്ലസ് 5 ഉണ്ട്. എന്ത് ചെയ്യും, നമുക്ക് റൂൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇവിടെ ഇൻറ്റു 3 ആണ്, പിന്നെ -5 ആണല്ലോ ബാക്കി അല്ലേ. റൂൾ അറിയാത്ത ആളെന്ത് ചെയ്യുക, ഈ 1/6 പ്ലസ് 5 ചെയ്യും അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, ഇവിടെ 1 ഉണ്ടാവും, അതായത് 1 ഇൻറ്റു 1 1 പ്ലസ് 6 ഇൻറ്റു 5 30. അപ്പോൾ നമുക്ക് 31 + 30 31/6 കിട്ടും. പിന്നെ ഇവിടെ ബാക്കിയുള്ള ആൾ ഇൻറ്റു 3 ആണ്, പിന്നെ -5 ഇല്ലേ. നമുക്ക് ബാക്കി ഇത്രയാണ് വരുന്നത്. എന്ത് ചെയ്യും, അവിടെ ഈ 6ഉം ഈ 3 തമ്മിൽ ക്യാൻസൽ ചെയ്യും അല്ലേ, അറിയാത്ത ആൾക്കാർ. 2 3 6 ലാസ്റ്റ് വരിക ഇവിടെ ഉള്ള 31/2 -5, 31/2 -5 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 ഉണ്ടായിരിക്കും. 31 ഇൻറ്റു 1 31 -5 ഇൻറ്റു 2 10 ഹോൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 2. അപ്പോൾ 31 - 10 കഴിയുമ്പോൾ നമുക്ക് 21 കിട്ടും. 21/2 ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് 1/1 ആയി ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് തെറ്റപ്പെട്ടാനുള്ള ചാൻസ് മനസ്സിലായല്ലോ. നമ്മൾ കറക്റ്റ് വി ബോർഡ് മാസുള്ള റൂളിൽ ആ ഒരു ഓർഡറിൽ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, നമുക്കിത് ഈ ടൈപ്പ് ക്വസ്റ്റിന് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ഉള്ള ക്വസ്റ്റ്യനാണ്. കാരണം നമുക്ക് ഒരു തവണ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു ആൻസറും കിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് നമുക്ക് സമയം വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. സംഭവം എളുപ്പമാണെങ്കിലും നമുക്ക് സമയവും അതുപോലെ തന്നെ തെറ്റും പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ RIയിൽ വരുന്ന റീസണിങ്ങിൽ വരുന്ന ബ്ലഡ് റിലേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും മിക്കവാറും ഈ ടൈപ്പ് സംഭവങ്ങളൊക്കെ നിങ്ങൾ പല എക്സാമിനും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ രക്തബന്ധത്വം അല്ലെ, നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ള ബ്ലഡ് റിലേഷനെ കുറിച്ചുള്ള ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ
ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷേ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. നമ്മൾ ചില ഇപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും അതുപോലെ അവരുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ അവരുടെയും ഗ്രാൻഡ് പാരൻസിനെയും നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പല പല ചില സിമ്പിൾസ് പോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് വായിച്ച് നോക്കാം കേട്ടോ. പോയിൻറ്റിങ് ടു മിസ്റ്റർ എക്സ്. അപ്പോൾ മിസ്റ്റർ എക്സ് ഉണ്ടല്ലേ, പോയിൻറ്റിങ് ടു മിസ്റ്റർ എക്സ്. അപ്പോൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നൊരു കാര്യം എന്താണ്? മിസ്റ്റർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അയാൾ മെയിലാണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് നമ്മൾ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ സാധാരണയായിട്ട് നിങ്ങൾ മെയിലിന് നമ്മൾ ഈ ഒരു പ്ലസ് സൈൻ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഫീമെയിലാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ഐഫൺ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഒരു ഫോർമാലിറ്റി നിങ്ങൾ ചെയ്ത് ശീലിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ മെയിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലസ് കാണിച്ചിട്ടുണ്ട്. കാരണം മെയിലാണെന്ന് മനസ്സിലാകാൻ കാരണം എങ്ങനെയാണ്, മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞു. സോ നമുക്ക് ഉറപ്പിക്കാം എക്സ് മെയിലാണെന്ന് മനസ്സിലായി. ഓക്കെ, പോയിൻറ്റിങ് ടു മിസ്റ്റർ എക്സ്, മിസ് വൈ സെഡ് ദാറ്റ്. എന്ത് ചെയ്യണം, അതായത് പോയിൻറ്റിങ് ടു മിസ്റ്റർ, അതായത് എക്സിനെ ചൂണ്ടിക്കാട്ടി വൈ പറയുകയാണ് അല്ലേ, വൈ പറയുകയാണ്. അപ്പോൾ വൈയിന് അവിടെ എം എസ് കൊടുത്താൽ എന്താണ്, അവർ ശ്രീമതി അല്ലെങ്കിൽ എന്താണ്, അവർ ലേഡിയാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഫീമെയിലാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് അവർ ഫീമെയിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഈ ഒരു ഐഫൺ സൈന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സിനെ ചൂണ്ടിക്കാട്ടി ഈ വൈ പറയുകയാണ്. അപ്പോൾ എക്സിൻ്റെ ഇത് മനസ്സിലായി, അതായത് എക്സ് മെയിലാണെന്ന് മനസ്സിലായി, വൈ ഫീമെയിലെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം അവിടെ മിസ്റ്ററും മിസ്സും പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എക്സും വൈയും അവരുടെ ഇത് മനസ്സിലായി. നമ്മൾ അവിടെ ഈ ഒരു പ്ലസ് സൈനും അതുപോലെ അവിടുത്തെ ഒരു ഐഫൺ സൈനും കാണിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു വൈ സെഡ് ദാറ്റ് മിസ്റ്റർ എക്സിൻ്റെ വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ അല്ലേ. അതായത് എക്സിൻ്റെ വൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനി നമ്മൾ വൈഫിനെ അല്ലെങ്കിൽ നമ്മളെ കപ്പിളിനും കാണിക്കുന്നത് സാധാരണ ഞാൻ യൂസ് ചെയ്യാറ് ഇങ്ങനെ 2 ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ സെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അർത്ഥം എന്താണ്, എക്സിൻ്റെ വൈഫാണ് സെഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഐഫോൺ കൊടുക്കുന്നതായിരിക്കും അവർ കപ്പിളാണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ പറഞ്ഞു വൈ എന്താ പറയുന്നത്, മിസ്റ്റർ എക്സിൻ്റെ വൈഫ്. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, എക്സിൻ്റെ വൈഫിനെ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ആളാരാണ് നമുക്കെന്ന് വെച്ചാൽ അവിടെ ബ്ലാങ്ക് ആക്കിയിടാം. ഓക്കെ, എക്സിൻ്റെ വൈഫ് ആരാണ്, വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ അല്ലേ. വൈയിൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ വൈഫ്. ഓക്കെ, വൈയിൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ വൈഫ്. അപ്പോൾ വൈയിൻ്റെ ഫാദർ ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് അതായത് ഇത് ഒരു ജനറേഷൻ. ഇനി ഇവരുടെ പേരൻസ് ആകുമ്പോൾ അടുത്ത മേലേക്ക് നമ്മൾ എഴുതുക, മേലത്തെ സെക്ഷനിൽ എഴുതുക. അല്ലെങ്കിൽ ഇനി ഇവരുടെ എക്സിൻ്റെയൊക്കെ മക്കളാണ് എന്ത് ചെയ്യുക, അവർ താഴത്തെ ലൈനിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ വൈയിൻ്റെ ഫാദർ നമ്മൾ എന്ത് ചെയ്യുക, വൈയിൻ്റെ ഫാദറും വൈൻ്റെ മേലെ എഴുതാം. അതായത് ജസ്റ്റ് ഞാൻ എഫ് വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് എഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ പോസിറ്റീവാണ്. പോസിറ്റീവ് മീൻസ് പ്ലസ് സൈൻ കൊടുത്ത് ഫാദറാണ് മനസ്സിലാക്കാൻ, മെയിലാണ് മനസ്സിലാക്കാൻ. അതായത് വൈ എന്താ പറഞ്ഞത്, മിസ്റ്റർ എക്സിസ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മിസ്സിസ് വൈസ് ഫാദർ. അതായത് വൈയിൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ ഭാര്യ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ വൈയിൻ്റെ ഫാദർ ഇങ്ങനെ കാണിച്ചു, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ ലൈനിട്ട് കഴിഞ്ഞാൽ ഇയാളുടെ മകളാണ് ഇയാളെന്ന് മനസ്സിലായി. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് വൈയിൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 1 കാണിക്കണം, അപ്പോൾ ആകെ ഒരു മകളേ ഉള്ളൂ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം വൈ ഓൾറെഡി നമുക്ക് ഫീമെയിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്റൻസ് പറയുന്നതാണ് ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ വൈയിൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ ആരായിരിക്കും, ഈ പറയുന്ന വൈ തന്നെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. വൈയിൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ ആരാണ്, വൈ തന്നെയാണ്. കാരണം വൈ നമുക്ക് ഓൾറെഡി എന്ത് മനസ്സിലായിട്ടുണ്ട്, വൈ പെണ്ണാണ് അല്ലെങ്കിൽ ഫീമെയിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ എന്താണ്, നമുക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന ആളാരാണ്, വൈ തന്നെയാണ്. അതായത് ഈ വൈ എക്സിൻ്റെ ആരായിരിക്കും, ശരിക്കും വൈ ആരാണ്, വൈ എക്സിൻ്റെ ഭാര്യയാണ് അല്ലേ. ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആക്കിയിട്ട ആൾ ആരാണ്, ശരിക്കും വൈ തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എക്സ് ഈസ് വൈയിൻ്റെ ആരാണ് അല്ലേ, എക്സ് വൈയിൻ്റെ ആരാണെന്ന് ചോദിച്ചുള്ളത് അല്ലേ. വൈയിൻ്റെ ആരാണ്, എക്സ് ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂസിങ് ടേംസ് ഉള്ള ക്വസ്റ്റ്യനാണ്. കറക്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇവിടെ MS അല്ലെ മിസ് എന്ന് കൊടുത്തതിനെ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലായത് ഈ വൈ ഫീമെയിലാണെന്ന് മനസ്സിലായത്. ശരിക്കും ഈ വൈ ഫീമെയിൽ ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? നമുക്ക് വൈൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇയാൾ ഇത് കാര്യം നമുക്ക് പെണ്ണാണെന്നുള്ള മനസ്സിലായില്ല വിചാരിക്കാം. എന്ത് സംഭവിക്കും? വൈൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ വേറൊരു മകളുണ്ട് വിചാരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ലൈനിട്ട് ഇവിടെ വേറൊരു ബ്ലാങ്ക് കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്കൊരു അറിയാത്ത ഒരാളെ ഇവിടെ കാണിക്കാൻ പറ്റും. അതായത് ഒറ്റ ലൈൻ ഞാൻ സാധാരണ ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സിബ്ലിങ്സിനെ മനസ്സിലാക്കാനാണ്. അപ്പം വൈ ഇട്ടിട്ട് ഇങ്ങനെ ലൈനിട്ട് ഡി എന്നിട്ടാൽ വൈയും ഡിയും സിബ്ലിങ്സാണ്. ഇപ്പോൾ വൈ പെണ്ണും ആണെങ്കിൽ ഡി ആണോ ആവാം, അല്ലെങ്കിൽ വൈ ആണും ഡി പെണ്ണോ, അല്ലെങ്കിൽ വൈയും ഡിയും പെണ്ണോ, ഇങ്ങനെ വേണം വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഫോൺ മാത്രം ജസ്റ്റ് കണക്ട് ചെയ്താൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അത് ബ്ലഡ് റിലേഷനിലെ എന്താണ് സിബ്ലിങ്സിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ വൈ ലേഡി ആണെന്ന് മനസ്സിലായതിനെ കൊണ്ടാണ് നമുക്ക് ഇയാളുടെ ഒരേ ഒരു മകൾ ഈ വൈ തന്നെയാണെന്ന് പറയാൻ പറ്റിയത്. ഒരുപക്ഷേ ഈ വൈ ലേഡി അല്ലെങ്കിൽ എന്തായാലും സംഭവിക്കാം, ഈ വൈൻ്റെ അനിയത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ സഹോദരിയായിട്ടുള്ള ആളായിരിക്കും എക്സിൻ്റെ ഭാര്യ അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മിസ്സും മിസ്റ്ററും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ALP എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. നമുക്കിനി ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.